ബ്രൂവറിക്കെതിരെ ഓർത്തഡോക്സ് സഭ സമരത്തിലേക്ക് മാർച്ച് 19-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കും. എലപ്പുള്ളിയിലെ പ്ലാന്റ് പ്രദേശത്തെ ജലക്ഷാമം രൂക്ഷമാക്കുമെന്ന് സഭ മദ്യവർജന സമിതി പ്രസിഡന്റും അങ്കമാലി ഭദ്രാസനാധിപനുമായ യുഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ആവശ്യങ്ങൾക്കും കാർഷിക ആവശ്യത്തിന് പോലും വലിയ ജലക്ഷാമം നേരിടുന്നതായ പ്രദേശത്തെ ബ്രൂവറി തുടങ്ങുവാൻ അനുമതി നൽകുന്നത് ഒരു ജനതയെ വെല്ലുവിളിക്കുന്നത് തുല്യമല്ലേ? ഇതിനെതിരെ വലിയ പ്രതിഷേധം പൊതുയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്, ഇനിയും ഉയരുകയും ചെയ്യും. ഇവയൊന്നും ശ്രദ്ധിക്കാത്തത് കഷ്ടം തന്നെ. വരും തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ലഹരിയെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അതിന്റെ ഭാഗമെന്നോണം മാർച്ച് 19-ന് രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മദ്യവർജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഏകദിന ഉപവാസം നടക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, ബ്രൂവറിക്കെതിരെ ഓർത്തഡോക്സ് സഭ സമരത്തിലേക്ക് തന്നെ കടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. മാർച്ച് 19-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏകദിന ഉപവാസവും സംഘടിപ്പിക്കാനാണ് നിലവിൽ അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഈ ബ്രൂവറിയോട് തുടക്കഘട്ടത്തിൽ തന്നെ ഓർത്തഡോക്സ് സഭ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം പല വിധേന ഓർത്തഡോക്സ് സഭാ നേതൃത്വം സർക്കാരിനെ അറിയിച്ചിരുന്നു. പ്രതിഷേധ കുറിപ്പുകളിലൂടെയും അതുപോലെ തന്നെ വാർത്താക്കുറിപ്പുകളിലൂടെയും എല്ലാമായിരുന്നു ഇത്തരത്തിൽ ഈ എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയത്തിൽ എതിർപ്പ് സഭാ നേതൃത്വം അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അല്പം കൂടി കടന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർച്ച് 19-ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഏകദിന ഉപവാസ സമരത്തിലേക്ക് കടക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ തന്നെ മദ്യവർജന സമിതിയുടെ പേരിലാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക്, ഈ സമരമാർഗത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചേർന്നിരുന്ന സിനഡ് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണമെന്നും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങണമെന്നുമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ആ തീരുമാനത്തിന്റെ പ്രകാരമാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വം നീങ്ങിയിരിക്കുന്നത്. സർക്കാരിനെതിരെ സഭാ നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന്റെ അർത്ഥം. പല വിധത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലൂടെ നേരിയ രീതിയിലുള്ള പ്രത്യക്ഷ സമരത്തിലേക്കോ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്കോ നീങ്ങാതെ പ്രതിഷേധ കുറിപ്പുകളിലൂടെ എല്ലാമായിരുന്നു ആദ്യഘട്ടത്തിൽ സഭാ നേതൃത്വം ഇതിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അത് പക്ഷേ സർക്കാർ ഈ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്ന ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ കൂടി തയ്യാറെടുക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി മാർച്ച് 19-ന് തിരുവനന്തപുരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ, ഏകദിന ഉപവാസം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ കാത്തോലിക്ക ബാവ എലപ്പുള്ളിയിൽ ഇന്ന് സന്ദർശനം നടത്തുകയാണ്. അവിടുത്തെ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സഭാ നേതൃത്വം നേരിട്ട് ഇടപെടുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന് തന്നെ വേണം കരുതാൻ. അത് കാത്തോലിക്ക ബാവ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു. ഈ എലപ്പുള്ളിയിലെത്തി ഈ സമരത്തിൽ ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തി പകരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സമ്പൂർണ്ണമായും സർക്കാരിനെതിരാണ് ഓർത്തഡോക്സ് സഭ എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിൽ വ്യക്തമാക്കുകയാണ് ഈ രണ്ട് നിലപാടുകളും, ഈ രണ്ട് നടപടികളും. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.